ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആമി ന്യൂ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല. ഞാൻ എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ കൊടുങ്ങല്ലൂർ കാവിലാണ്. കൊടുങ്ങല്ലൂർ കാവിലെ 2026 താലപ്പൊലിയുടെ ഒന്നാം ദിവസമാണ്. ഒന്നാം ദിവസം താലപ്പൊലി കാണാൻ വേണ്ടി ഞങ്ങൾ വൈകുന്നേരം പോയിട്ടുണ്ടായി. വൈകുന്നേരം ഒരു 5-5:30 ആയപ്പോഴാണ് ഞങ്ങൾ പോയിട്ടുണ്ടായത്. ഞങ്ങൾ പോയ സമയത്ത് അവിടെ ശീവേൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് നേരം ശീവേൽ കണ്ടിട്ട് പിന്നെ നമ്മൾ ഈ സംഭവങ്ങളൊക്കെ കാണാനായിട്ട് പോയി. ആദ്യമായിട്ടാണ് ഞാൻ ഈ സംഭവം കാണുന്നത്. നമ്മുടെ 360 ഡിഗ്രിയിൽ കറങ്ങുന്ന സംഭവം. എൻ്റെ പൊന്നോ, കയറി കഴിഞ്ഞാൽ തല കറങ്ങൂലേ. ഞാൻ ബേബിക്കൊക്കെ അതിൽ കയറണം എന്ന് പറയുന്നുണ്ടായി. പക്ഷേ പിള്ളേരൊന്നും അതിൽ കയറ്റില്ലല്ലോ. ആമീസാണെങ്കിൽ കരയായിരുന്നു ആ തൊട്ടി ഊഞ്ഞാലിൽ കയറാനായിട്ട്. ഞാൻ ബേബിനെ ആ ഇഴുകി പോണ സംഭവം ഉണ്ടല്ലോ അതിൽ മാത്രം കയറ്റുന്നുണ്ടായി. ആമിസിനാണെങ്കിൽ അതിൽ കയറണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാനൊരു കമ്മൽ മേടിച്ചിട്ടുണ്ടായി. കമ്മലുടെ ഇഷ്ടം പോലെ കളക്ഷനൊക്കെ ഉണ്ടായി. നിയാൻ ബേബിക്കായിരുന്നു കളിപ്പാട്ട കടയിൽ കയറിയിട്ട് കളിപ്പാട്ടങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ 20 രൂപ കടയിൽ കയറ്റിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് പിന്നെ നമ്മുടെ കരിമ്പ് ജ്യൂസ് കണ്ടപ്പോൾ നിമേഷേട്ടൻ കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ടുണ്ടായി. അങ്ങനെ ആമീസിനും വേണമെന്ന് പറഞ്ഞിട്ട് ആമീസും കുടിച്ചിട്ടുണ്ടായി. പിന്നെ ഞാൻ മുളക് ബജി കഴിച്ച്. മുളക് ബജി നല്ല അടിപൊളി മുളക് ബജിയായിരുന്നു. ചെറിയ പയ്യന്മാരുണ്ടാക്കണ നല്ല അടിപൊളി മുളക് ബജിയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വെടിക്കെട്ട് തുടങ്ങി. വെടിക്കെട്ട് കാണാൻ വേണ്ടി അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. പക്ഷേ ഞങ്ങൾ നിന്നോടത്ത് വെടിക്കെട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മരത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ജസ്റ്റ് ചെറുതായിട്ട് മാത്രമേ വെടിക്കെട്ട് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അമ്പലത്തിൻ്റെ ചുറ്റിനും കുറച്ച് നേരം നടന്നിങ്ങനെ വലയം വെച്ച് പിന്നെ ഞങ്ങൾ അടുത്തുള്ള വീട്ടിലെ ചേച്ചിമാരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരൊക്കെ കണ്ട് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ വെടിക്കെട്ട് നോക്കി നിന്ന്. അത് കഴിഞ്ഞപ്പോഴേക്കും ഇത്തിരി നേരം ഉണ്ടായിരുന്നുള്ളൂ വെടിക്കെട്ട്. കൊടുങ്ങല്ലൂർ കാവിൽ വെടിക്കെട്ട് അധികം നേരം ഉണ്ടാവാറില്ല. കുറച്ച് നേരം വെടിക്കെട്ടുണ്ടായി. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും നിയാൻ ബേബിക്ക് മസാലക്കടല വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മസാലക്കടല വാങ്ങിച്ചു കൊടുത്താവന്. മസാലക്കടല വാങ്ങിച്ചപ്പോൾ എനിക്ക് പണ്ടാറ് ചൂടുള്ള മസാലക്കടലായിരുന്നു. അതിൻ്റെ ചൂടാറാൻ വേണ്ടി തന്നെ ഞങ്ങൾ 1 മണിക്കൂറോളം നിൽക്കേണ്ടിയിരുന്നു. 1 മണിക്കൂറൊന്നുമല്ല, 10 മിനിറ്റ് നിൽക്കേണ്ടി വന്ന്. അങ്ങനെ ചൂടാറാൻ വേണ്ടി അവിടെ ഇരുന്നിട്ട് നിയാൻ ബേബി പയ്യെ സ്ലോവിൽ ഇങ്ങനെ എടുത്ത് കഴിക്കുകയാണ്. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സോസൊക്കെ ഒഴിച്ച് കഴിക്കാനായിട്ട്. അങ്ങനെ അവൻ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നിമേഷേട്ടനും ആമീസും കൂടി ആകെ അപ്പിട്ട് ഐസ്ക്രീം മേടിച്ചുകൊണ്ട് വന്ന്. അങ്ങനെ നിയാൻ ബേബി ഞങ്ങളൊക്കെ കൂടി ഐസ്ക്രീം കഴിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും ആമീസും ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും കൂടെ അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിക്കുകയാണ്. ആമീസ് ഇങ്ങനെ തോണ്ടി നക്കിയിട്ടൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ തിരക്കൊന്നും ഉണ്ടായില്ല ഞങ്ങൾ പോയ സമയത്ത്. രാത്രിയാണ് തിരക്കുണ്ടാവുക. ഞങ്ങൾ ഒരു 7:30 ആയപ്പോഴേക്കും അവിടെ നിന്ന് പോകുമ്പോൾ ഞങ്ങൾ പോകുന്ന കഴിഞ്ഞതിന് ശേഷം ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ പോയപ്പോൾ അധികം തിരക്കുണ്ടായില്ല, എന്നാലും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ സംഭവം മേടിച്ചിട്ടുണ്ടായി. ബാക്കിൽ കണ്ടിട്ട് ആ സംഭവം മേടിച്ച് കഴിച്ചിട്ടുണ്ടായി. പിന്നെ അവിടെ എന്തോ പൂജയും കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ എന്തോ ചടങ്ങൊക്കെ നടക്കുന്നുണ്ടായി. അതൊക്കെ കുറച്ച് നേരം നോക്കിയെന്ന് ഞാൻ ബേബിക്ക് ഈ സാധനം വേണമെന്ന് പറഞ്ഞിട്ട് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറേ കടകളൊക്കെ വന്നിട്ടുണ്ട്. കുങ്കുമങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വെറൈറ്റി മാലകളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇങ്ങനെ അലപാഞ്ഞ് നടന്ന്. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഡാവിഞ്ചിയുടെ കലാവിരുന്നും കാണാൻ പോയിട്ടുണ്ടായിരുന്നു. വെറൈറ്റി ആയിട്ട് ഒരു ആൽമരം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി ഡാവിഞ്ചി. അതും കണ്ടങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് വന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗായ്സ്. ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.